സോഷ്യൽ മീഡിയയിൽ പിന്നെയും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് സനൽകുമാറിൻ്റെ തന്നെയാണ്. സനൽകുമാർ പിന്നെയും കുറേയധികം പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. മഞ്ജു വാര്യർക്കെതിരെയാണ് സംസാരിക്കുന്നത്. എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് അറിയാവുന്നവർക്ക് അറിയുമായിരിക്കും. ഇതിപ്പോൾ ഏകദേശം 6-7 വർഷത്തോളമായിട്ട് നടക്കുന്നതാണ് ഈ ഒരു സനൽകുമാർ ഈ ഒരു മഞ്ജു വാര്യരുടെ പിറകെ ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ. ഇപ്പോൾ അത് പിന്നെയും കുറച്ച് നാളില്ലാതിരുന്നതാണ്. പിന്നെയും കഴിഞ്ഞ ദിവസം തൊട്ട് ഈ ഒരു വിഷയം പിന്നെയും തുടങ്ങിയിരിക്കുകയാണ്. സനൽകുമാർ ഉണ്ടെങ്കിൽ ഓരോ ഇൻ്റർവ്യൂവും പ്രസ് മീറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. മഞ്ജു വാര്യർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സനൽകുമാർ ആരാണെന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് കുറേയധികം പേർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഫുൾ ആദ്യം തൊട്ട് എന്താണ് സംഭവം എന്നുള്ളതും എന്താണ് ഈ ഒരു സനൽകുമാർ മഞ്ജു വാര്യരിനെതിരെ സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സനൽകുമാറും മഞ്ജു വാര്യരും കൂടി 2018 ആ ഒരു സമയത്ത് ഏതോ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു, 2020 അതിനെ അടുപ്പിച്ചൊക്കെയാണെന്ന് തോന്നുന്നു, ഈ സനൽകുമാർ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ട്, ആരൊക്കെയോ തടഞ്ഞു വെച്ചേക്കുവാണ്, അവരെ രക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ആദ്യമേ ഒരു പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷമുണ്ടെങ്കിൽ ഈ ഒരു സനൽകുമാർ പിന്നെ അടുത്തൊരു പോസ്റ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് ഞാൻ മഞ്ജുവിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടക്കുന്നില്ല, മറ്റ് ചിലരുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എങ്ങനെയെങ്കിലും മഞ്ജുവിനെ രക്ഷിക്കണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പിന്നെയും 7ഓളം ദിവസം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ഒരു മഞ്ജു ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്കെതിരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കോടതി തന്നെ ഈ ഒരു വ്യക്തി ജാമ്യം വാങ്ങിച്ച് വെളിയിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മഞ്ജു വാര്യർക്കെതിരെ ഈ ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ ഒരു മഞ്ജു ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു മഞ്ജു ഉണ്ടെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുള്ളത്, അതുപോലെ തന്നെ വോയിസ് അയക്കുന്നതൊക്കെ വേറൊരു വോയിസാണ് എനിക്ക് അയക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സനൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ. അതിൻ്റെ ആ ഒരു സമയത്ത് ഈ ഒരു മഞ്ജു വാര്യരുടെ ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ടപ്പം തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇത് മഞ്ജുവിൻ്റെ വോയിസ് ഒന്നും അല്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാന്തോ എന്തെങ്കിലും ഉണ്ടോ, ഇത് കണക്ക് മഞ്ജുവിൻ്റെ പിറകെ നടക്കുന്നേ എന്നത് ചോദിച്ചിട്ടാണ് കുറേയധികം പേര് ഈ ഒരു വ്യക്തിക്കെതിരെയൊക്കെ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വ്യക്തി അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. ആ സമയത്തെല്ലാം ഈ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം, മഞ്ജു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മഞ്ജു ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ നാൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മഞ്ജു ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ ഒരു വ്യക്തിയെ പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യും, പിന്നെ ചോദ്യം ചെയ്യലും, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതേ കണക്ക് വെളിയിൽ വരും, റിപ്പീറ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറേ നാൾ ഈ ഒരു വ്യക്തിയെ പറ്റി വലിയ അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും എങ്ങും ഇല്ലായിരുന്നു, എവിടെ ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പുള്ളിക്കാരൻ പിന്നെയും തിരിച്ചു വന്നേക്കുന്നത്. ഇപ്പം കുറേയധികം പ്രസ് മീറ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ഏകദേശം 50 മിനിറ്റോ 40 മിനിറ്റ് അടുപ്പിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവിൽ ആദ്യം തൊട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു മഞ്ജു വാര്യരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ. പക്ഷെ തെളിവുകളൊന്നും കാണിക്കുന്നില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ തെളിവോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതിനകത്ത് ഈ ഒരു സനൽ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഈ ഒരു കണ്ടു തുടങ്ങിയിടം തൊട്ട് ഇപ്പം എത്തി നിൽക്കുന്ന സ്ഥലം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമേ പറഞ്ഞൊരു കാര്യം, ഇവർ ഷൂട്ടിങ് ആദ്യമേ തുടങ്ങിയ സമയത്തുള്ള കാര്യമാണ്. ആ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണക്കൊരു എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വലുതായിട്ട് മഞ്ജു വലിയ കാര്യമായിട്ടോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അടുത്ത ഏതൊരു പടമൊക്കെ തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ
ചെയ്യുകയും അതിനുശേഷം ഉണ്ടെങ്കിൽ ഇത് റിലീസ് ആവുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാനുണ്ടെങ്കിൽ മഞ്ജുവിനെ പോയി കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആ ഒരു വ്യക്തി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ എത്രമാത്രം സത്യമാണ് എന്നൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വീട്ടിൽ ചെന്ന് കണ്ട സമയത്തുണ്ടെങ്കിൽ മഞ്ജുവിനെ കാണാൻ അവരെ മാനേജറൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പം കാണാൻ ഇതേ കണക്ക് മഞ്ജുവിനെ ഉണ്ടെങ്കിൽ ആരൊക്കെയോ 2-3 പേര് ചേർന്ന് കാറിൽ തട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഞാനും എൻ്റെ കൂടെ വന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഭയങ്കരമായിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ജുവിനെ കാണാൻ സമ്മതിക്കുന്നില്ല. ഇത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ജുവിന് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മഞ്ജു, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇപ്പം ഞാനുണ്ടെങ്കിൽ ഈ ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പോവുകയാണ്. ഇതേ കണക്ക് എനിക്കൊരു ടെൻഷനുണ്ട്, നിങ്ങളുടെ ജീവൻ എന്തോ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യത്തിൽ. അതിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മറുപടി തരിക എന്നുള്ള രീതിയിൽ ഈ ഒരു സനൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഈ ഒരു മഞ്ജു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇതോടെ തന്നെ ഈ ഒരു സനലിന് ഒരു ഡൗട്ട് വന്നിട്ടാണ് സനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും ഇത് കണക്ക് മഞ്ജുവിന് ജീവൻ എന്തൊക്കെയോ ഭീഷണിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അതിന് ശേഷമാണ് ഈ ഒരു പോലീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്ത് വന്ന സമയത്ത് എനിക്ക് ഉറപ്പ് തോന്നുന്നില്ല ഇത് മഞ്ജു ആണ് കേസ് കൊടുത്തതെന്നുള്ളൊരു കാര്യം. മഞ്ജുവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷവും ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പോലും ആ ഒരു സമയത്ത് മഞ്ജു റിപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഈ പോലീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന സമയത്ത് ഒരു ദിവസം മഞ്ജു ഉണ്ടെങ്കിൽ എനിക്കൊരു വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഭയങ്കര കരഞ്ഞിട്ട് ഒക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സനൽ പറയുന്നുണ്ട്. പക്ഷേ തെളിവും കാര്യങ്ങളും മെസ്സേജ് അയച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു വോയിസ് ക്ലിപ്പ് അന്ന് പുറത്ത് വിട്ടത് ഇതേ കണക്ക് അന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടിട്ട് അങ്ങനെ കേട്ടിട്ടൊന്നും അത് മഞ്ജു ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോഴത്തേന് ഈ ഒരു സനൽ പറയുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് വോയിസ് മാറ്റി സംസാരിച്ചതാണ് മഞ്ജു, ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടാകുമെന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചതെന്നുള്ളൊരു കാര്യം സനിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെസ്സേജ് ആ സമയത്തൊക്കെ അയക്കുമ്പോഴത്തേന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മോൾക്കും ഒക്കെ ഭീഷണിയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനുണ്ടെങ്കിൽ മന്ത്രിക്കും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കുറേ അധികം പോലീസുകാർക്ക് എല്ലാവർക്കും ഇത് കണക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കേസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. പക്ഷേ എനിക്കെതിരെ കുറേ അധികം ആൾക്കാരാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരൊക്കെയോ ഉണ്ട്. ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, മഞ്ജുവും തടങ്കിലാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനെപ്പറ്റി ഒരു ആങ്കർ ചോദിക്കുമ്പോൾ തെളിവ് തരാനെന്ന് പറയുമ്പോഴത്തേനും അതിനെപ്പറ്റിയൊന്നും തെളിവ് തരുന്നില്ല. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ അവർക്ക് എന്തോ ഭീഷണിയുണ്ട്, അവരെ ആരോ തടഞ്ഞു നിർത്തിയേക്കുവാണോ എന്നുള്ളത് അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വന്ന് പറയാൻ പറ്റുമല്ലോ എന്നുള്ള രീതി ചോദിക്കുമ്പോൾ സനൽ പറയുന്ന ഒരു കാര്യം, അതൊരിക്കലും പറ്റത്തില്ല, അവരെ തടഞ്ഞു നിർത്തിയേക്കുവാണ്, നിങ്ങൾ എന്ത് വിചാരിച്ചാലും പറ്റത്തില്ല. ഞാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പോലും അവർ റിപ്ലൈ ഒന്നും തരുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മഞ്ജു തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് എന്താ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതി പറയാത്തത്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല, അതിനർത്ഥം എന്തൊക്കെയോ ഉണ്ട്, അത് മഞ്ജു തന്നെയാണ് എന്നതല്ലേ അർത്ഥം എന്നൊക്കെ ചോദിച്ചിട്ട് സനലുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ആൾക്കാർ കൂടുതലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സനൽ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ലായിരുന്നു. പല ഇൻ്റർവ്യൂസും സനൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് പോലും ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മേലിലൊരു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നിയിട്ട് പോലുമില്ല. പിന്നെ എന്തായാലും ഇതിങ്ങനെ പുള്ളിക്കാരൻ ഓരോ നാളായിട്ട് ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരിക്കലും മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോസിൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സിൽ അടക്കം പറയുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തിക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ ചികിത്സിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. ഇതേ കണക്ക് അവരുടെ ജീവിതത്തിലേക്ക് വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇത് തന്നെയാണ്. ആരും വിശ്വസിക്കുന്നില്ല ഈ ഒരു വ്യക്തി പറഞ്ഞത് സത്യമാണ് എന്നുള്ള രീതിയിൽ. മറ്റ് ചിലരുണ്ടെങ്കിൽ ദിലീപ് നടത്തുന്ന നാടകമാണ് ഈ ഒരു വ്യക്തിയെ വെച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്.